ഞാൻ പെർഫോം ചെയ്യുന്നില്ല, എന്തിനാണ്? ഞാൻ ആസിർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാനൊരു ന്യൂജൻ അല്ലാത്തത് കൊണ്ട് ഈ അടുത്ത് മാത്രമാണ് വേടനെക്കുറിച്ച് അറിയുന്നത്. നമ്മുടെ എമ്പുരാൻ സിനിമയുടെ വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സിനിമ ചെയ്താൽ ഈടി വരുന്ന കാലമാണ്. കാരണവന്മാർ മണ്ടത്തരം കാണിച്ച് നടക്കുകയാണ്. പുതുതലമുറയിലാണ് പ്രതീക്ഷ എന്ന് വേടൻ പാടി പറഞ്ഞതിനെക്കുറിച്ച് വാർത്ത വന്നപ്പോഴാണ് ഏതാണ് ഈ വേടന് എന്ന് ഞാൻ അന്വേഷിക്കുന്നത്. യൂട്യൂബിൽ പരതിയപ്പോൾ നിരവധി പ്രോഗ്രാമുകൾ കണ്ടു. വേടന്റെ സദസ്സിൽ ആയിരക്കണക്കിന് യുവാക്കളാണ് വേടന്റെ പാട്ടിനനുസരിച്ച് താളം പിടിക്കുന്നത്. ചാട്ടുളി പോലെ തുളച്ചു കയറുന്ന മൂർച്ചയുള്ള വരികൾ ജാതീയതക്കും സാമൂഹ്യ അസമത്വത്തിനുമെതിരെ അതിശക്തമായുള്ള പ്രതികരണങ്ങൾ. അതിനിടക്ക് പറയണമല്ലോ, പറയാൻ പറ്റാത്ത പല തെറികളും വേടന്റെ നാക്കിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് കേട്ടോ. കടലിലൊക്കെ ഇവിടെ ചത്തുകൂടാ വേട്ടാവിളിയന്മാരെ, വെറുതെ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ കരിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിനിടെ വേടന്റെ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ യുവാക്കളോടുള്ളൊരു ഉപദേശം കേട്ടു. ഞാൻ അനുഭവം കൊണ്ട് പറയുകയാണ്. സിന്തറ്റിക് ഡ്രഗ് 10 പേര് അടിച്ചു കഴിഞ്ഞാൽ 2 പേർ ചാവും. അത് ചെകുത്താനാണ്. അവനെ ഒഴിവാക്കുക ദയവ് ചെയ്ത് പ്ലീസ്. എത്ര അമ്മമാരും അച്ഛന്മാരുമാണ് എൻ്റെ അടുത്ത് വന്ന് കാല് പിടിക്കുന്നത്. മക്കളെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. പക്ഷെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ. ഈ അടിപൊളി സാരോപദേശം ഈ കാലഘട്ടത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു ഉപദേശമാണ് അവിടെ കേട്ടത്. ഞാനൊക്കെ ഇത് കേട്ടിട്ട് കോരിച്ചിരിച്ചു. ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെയൊക്കെ ഉപദേശിക്കാൻ കഴിയുമോ എന്ന് കരുതിയിട്ട്. അപ്പൊ ഈ ചേട്ടന്റെ ഉപദേശം കേട്ട് ആരെങ്കിലുമൊക്കെ നന്നായോ എന്ന് എനിക്കറിയില്ല. എറണാകുളത്ത് വെച്ച് ഹൈബ്രിഡ് കഞ്ചാവും മാലയിൽ കോർത്ത പുലിപ്പല്ലുമായി ഈ ചേട്ടനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് ഞാൻ ഈ ചേട്ടന്റെ ഈ ഉപദേശം ഓർത്തുപോയത്. പിന്നെ എന്തൊക്കെ പുകിലാണ് ഇവിടെ നടന്നത്. വേടനെ വേട്ടയാടുന്നു, വേടന് നീതി വേണം. നമ്മുടെ ഗോവിന്ദ മാസ്റ്ററും VD സതീശനും അടക്കം വേടന്റെ വക്കാലത്തുമായിട്ടിറങ്ങി. റിമാൻഡിന് ശേഷം പുറത്തിറങ്ങിയ വേടന് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ഇടുക്കിയിൽ കേരള ഗവൺമെന്റ് നൽകിയ സ്വീകരണം വളരെ ഗംഭീരമായിരുന്നു. പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ 4ാം വാർഷികാഘോഷ സദസ്സിൽ വേടൻ നിറഞ്ഞ് പാടി തിമിർത്തു. തൊട്ടടുത്ത് തന്നെ പുലിപ്പല്ല് കേസിൽ അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസർ R അധീഷിനെ സ്ഥലം മാറ്റ ഉത്തരവും വന്നു. ശരിക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രബല സംഘടനയായ കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ് R അധീഷ്. അതുകൊണ്ടാണ് തൽക്കാലം ഒരു സ്ഥലം മാറ്റത്തിലേക്ക് ഒതുക്കിയത്. എന്താണ് ഈ ഫോറസ്റ്റ് ഓഫീസർ ചെയ്ത തെറ്റ്? മറ്റു പ്രതികളെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ സാധാരണ കേസിനെ കുറിച്ച് പത്രക്കാരോട് പറയുന്നത് പോലെ അല്ലാതെ എന്താണ് ഇദ്ദേഹം അധികം പറഞ്ഞത്? പുലിപ്പല്ല് കിട്ടിയത് ശ്രീലങ്കയിലുള്ള തൻ്റെ സുഹൃത്ത് തന്നതാണ് എന്ന് വേടൻ പറഞ്ഞപ്പോൾ ശ്രീലങ്കയിലെ ജാഫ്ന സ്വദേശിയായ വേടന്റെ അമ്മയിലേക്ക് കൂടെ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയതാണോ തെറ്റ്? ഒരു ക്രൈം നടക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളും തെളിവുകളും സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തുക എന്നുള്ളത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ലേ? ആ ചുമതലയല്ലേ ഇവിടെ അദ്ദേഹം നടപ്പിലാക്കിയത്? ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ആനക്കൊമ്പ് കൈവശം വെച്ചതിൻ്റെ പേരിൽ മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിനെയൊക്കെയുള്ള അവർക്കൊക്കെ എതിരെയുള്ള നിയമം തന്നെയല്ലേ വേടനുമുള്ളത്? അവയോട് കാണിക്കുന്ന ഈ മൃദു സമീപനം എന്തുകൊണ്ട് വേടനോട് കാണിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് കൈവശം വെച്ചതിനൊക്കെ 100 കണക്കിന് യുവാക്കൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. മാനിറച്ചിയും വെടി ഇറച്ചിയുമൊക്കെ കഴിച്ചതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുന്നവരും നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെ വളരെ വൈകിയാണെങ്കിലും സർക്കാർ കണ്ണു തുറന്നിട്ട് ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഈ ഇടെയാണ് 8 വർഷമായിട്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ അറസ്റ്റും പ്രശ്നങ്ങളൊക്കെ കൂടുതൽ നടക്കാൻ തുടങ്ങിയത്. ഇവിടെ ഹൈബ്രിഡ് കഞ്ചാവും പുലിപ്പല്ലുമായി പിടിക്കപ്പെട്ട വേടന് മാത്രം പ്രത്യേക പരിഗണന നൽകുന്നത് ശരിയാണോ? കോടികൾ ചെലവഴിച്ച് സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന വാർഷികാഘോഷ പരിപാടിയിലേക്ക് വേടനെ ചുവപ്പ് പരവതാനി വിരിച്ച് ആനയിച്ചതിലും വേടനെ കസ്റ്റഡിയിലെടുത്തതിൻ്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസറെ സ്ഥലം മാറ്റിയതിനും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ വേടന് വേണ്ടി വക്കാലത്ത് പറഞ്ഞതുമൊക്കെ എന്ത് സന്ദേശമാണ് അവർ ജനങ്ങൾക്ക് നൽകുന്നത്?
മയക്കുമരുന്നുമായി പിടിക്കപ്പെടുന്ന യുവാക്കൾ നാളെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിങ്ങൾ എന്നെ അനുകരിക്കരുത് എന്ന് പ്രസ്താവന ഇറക്കിയാൽ അവരെയൊക്കെ കുറ്റവിമുക്തരാക്കാൻ നമ്മൾ തയ്യാറാകുമോ? വേടൻ ഇതിനു മുമ്പ് സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വേടന്റെ പേരിൽ സംസ്ഥാന ഗിരിവർഗ ഗോത്ര മഹാസഭ കേരളത്തിലെ 3.5 ലക്ഷത്തിൽ പരം വരുന്ന വേട സമുദായത്തിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യുകയാണ് ഹരിദാസ് മുരളി എന്ന വേടൻ. അതുകൊണ്ട് ആ പേര് പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഗോത്ര മഹാസഭ വേട മഹാസഭയുടെ സംസ്ഥാന നേതാവ് ശാസ്താംകോട്ട മുരളി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ആരുടെയൊക്കെ പേരിൽ എന്തൊക്കെ നടപടിയാണ് ഉണ്ടാവുക എന്നറിയില്ല കേട്ടോ. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും പൊതുവേദികളിൽ തെറി അഭിഷേകം നടത്തുകയും ചെയ്യുന്നത് ഏത് കൊമ്പത്തുള്ളവനാണെങ്കിലും അത്തരം വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് നല്ല സന്ദേശമല്ല നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.